ഫേസ്ബുക്കിന് തീയിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ. സോഷ്യൽ മീഡിയയിൽ ലക്ഷക്കണക്കിന് ലൈക്കും ദശലക്ഷക്കണക്കിന് വ്യൂസുമായി രാഹുൽ മാങ്കൂട്ടത്തിൽ കുതിച്ചു പായുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വ്യാജ ആരോപണമായി നമ്മുടെ ഇടതുപക്ഷ കുറച്ച് സുഹൃത്തുക്കൾ വരികയുണ്ടായി. അദ്ദേഹം തായ്ലാന്റിൽ നിന്നും വിയറ്റ്നാമിൽ നിന്നും ലൈക്കുകൾ വാരിക്കൂട്ടുകയാണ്, കെയറുകൾ വാരിക്കൂട്ടുകയാണ് എന്ന് പറഞ്ഞ് അവരിൽ ചിലർ ചില വാർത്തകൾ പറഞ്ഞു. അതിന് രാഹുലിന്റെ മറുപടിയാണ് നമ്മൾ നോക്കുന്നത്. ഇതെല്ലാം രാഹുൽ മാങ്കൂട്ടത്തിന്റെ വ്യത്യസ്ത ലൈക്കും ഷെയറും ഒക്കെയാണ്. രാഹുലിനോട് കഴിഞ്ഞ ഒരു തവണ സംസാരിച്ചപ്പോൾ ഞാൻ അദ്ദേഹത്തോട് റിക്വസ്റ്റ് ചെയ്തു, രാഹുൽ ഒരു യൂട്യൂബും കൂടി തുടങ്ങണം. കാര്യം രാഹുൽ എന്ന യുവ നേതാവിന് ഒരുപാട് കാര്യങ്ങൾ പറയാനും അവയർനെസ് ക്രിയേറ്റ് ചെയ്യാനും മാറ്റങ്ങൾ ഉണ്ടാക്കാനും ചില കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കാനും ചോദ്യം ചെയ്യാനും വിരൽ ചൂണ്ടാനും ഒക്കെ അത് കഴിയും. രാഹുൽ യൂട്യൂബിലും കൂടെ ആക്റ്റീവായി വരണമെന്നുള്ളതാണ്. രാഹുൽ ഇപ്പം തന്നെ രാഹുലിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേർ യൂട്യൂബിലുണ്ട്. പക്ഷേ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും പോലെ യൂട്യൂബിൽ കൂടി വരണമെന്നാണ് എൻ്റെ ആഗ്രഹം. എന്തായാലും രാഹുലിന്റെ മറുപടി ഒന്ന് കേൾക്കാം. രാഹുലിന്റെ വീഡിയോകൾക്ക് മുഖ്യമന്ത്രിയേക്കാൾ കൂടുതൽ റീച്ച് കിട്ടും. ഇന്ന് കേരളത്തിൽ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും പോപ്പുലർ ആയ പൊളിറ്റിക്കൽ നേതാവ് ആരാന്ന് ചോദിച്ചാൽ ഒരു സംശയവും വേണ്ട, രാഹുൽ മാങ്കൂട്ടത്തിലാണ്. അതിന് 3 കാരണങ്ങളാണ്. ഒന്ന്, രാഹുലിന്റെ വ്യക്തിപ്രഭാവം. രാഹുൽ വളരെ ലൈക്കബിൾ ആണ്, നമുക്ക് ഇഷ്ടം തോന്നുന്ന ഒരു വ്യക്തിയാണ് എതിരഭിപ്രായം ഉള്ളപ്പോഴും. 2, രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്ന കോണ്ടന്റ് വളരെ സ്ട്രോങ് ആണ്. ലൈക്കബിലിറ്റി ഉണ്ട്, കോണ്ടന്റ് വളരെ സ്ട്രോങ് ആണ്, പറയുന്ന കാര്യങ്ങളിൽ ഉറപ്പുണ്ട്, തെളിവോടുകൂടി കണക്കുകൾ വെച്ചാണ് പറയുന്നത്. 3, രാഹുൽ മാങ്കൂട്ടത്തിനോട് അനീതി ചെയ്തു എന്ന് കേരളീയ ജനത തിരിച്ചറിഞ്ഞു. രാഹുലിനോട് അടികൂടുന്ന ഒരു വ്യക്തിയാണ് ഞാൻ മനോരമയിൽ അടക്കം ഇരുന്ന് മുസ്ലിം ലീഗിന്റെ ക്യാമ്പിൽ വെച്ച് രാഹുലും ഞാനും കൂടെ അടിയായിട്ടുണ്ട്. പക്ഷേ രാഹുൽ എന്ന വ്യക്തിയോട്, ഒരു യുവാവിനോട്, ഒരുപക്ഷെ നാളെ കേരള മുഖ്യമന്ത്രിമാരായി പോലും മാറാൻ യോഗ്യത ഉള്ളവരാണ് ഷാഫിയും രാഹുലും ഒക്കെ. അപ്പോൾ അവരോട് അനീതി ചെയ്തു എന്ന തിരിച്ചറിവിലാണ് സാധാരണ ജനം രാഹുലിനെ പിന്തുണയ്ക്കുന്നത്. എത്രയോ അമ്മമാരെന്നെ വിളിച്ചു ചോദിക്കുന്നു, രാഹുലിന്റെ നാള് പറഞ്ഞു തരുമോ? ഞാൻ എങ്ങനെ അറിയാണ് രാഹുലിന്റെ നാള്? എനിക്ക് ഈ വിഷയങ്ങളൊക്കെ വരുന്നതിന് മുമ്പ് പുള്ളിയെ TV കണ്ട് പരിചയം, 3-4 ചർച്ചകൾക്കും സംവാദങ്ങൾക്കും പോയ പരിചയമേ ഉള്ളൂ. പക്ഷെ രാഹുലിനോട് അനീതി ചെയ്തു എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് കേരള സമൂഹം രാഹുലിനെ അത്രമേൽ ആശ്ലേഷിക്കുന്നത്. 1, രാഹുൽ ലൈക്കബിൾ ആണ്, ഇഷ്ടം തോന്നുന്ന വ്യക്തിയാണ്. 2, രാഹുലിന്റെ കോണ്ടന്റ് സ്ട്രോങ് ആണ്. 3, അനീതി ചെയ്തവനോട്, അടിച്ചമർത്തപ്പെട്ടവനോട്, ചവിട്ടി താഴ്ത്തപ്പെട്ടവനോട് കേരളീയ സമൂഹം അവനെ ഉയർത്തിയെടുക്കുന്നതാണ്, അവനെ നെഞ്ചോട് ചേർക്കുന്നതാണ്, ആശ്ലേഷിക്കുന്നതാണ്. കാരണം മലയാളി സമൂഹത്തിന്റെ നന്മയാണത് എന്ന് നമുക്ക് പറയാം. രാഹുലിന്റെ ഈ മറുപടി കേൾക്കാം. രാഹുലിന്റെ സ്വതസിദ്ധമായ ശൈലിയിൽ കടന്നാക്രമിച്ചുകൊണ്ട് രൂക്ഷമായി തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിലെ 1-2 കാര്യങ്ങളൊക്കെ മാറ്റി, അതായത് ആരെയും ഞാൻ കഴിയുന്നത്ര ആരെയും വിഷമിപ്പിക്കാതെയും വേദനിപ്പിക്കാതെ തന്നെ വീഡിയോ ചെയ്യുന്നത് ഉണ്ട്. അത്തരം കാര്യങ്ങൾ വെച്ച് നമുക്ക് രാഹുലിന്റെ മറുപടി ഒന്ന് കേൾക്കാം. ഇതൊക്കെ കഴിഞ്ഞ് നമ്മളൊന്ന് ചില്ലായിട്ടിരിക്കുമ്പോഴാണ് CPM പുതിയൊരു നുണബോംബുമായിട്ട് വന്നത്. അതുകൂടി നിർവീര്യമാക്കിയിട്ടൊന്ന് പോകാമെന്ന് വിചാരിച്ചു. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് റിലാക്സ്ഡ് ആയിട്ടിരിക്കുമ്പോഴാണ് എന്റെ ചില സുഹൃത്തുക്കള് CPM കുറച്ച് സൈബർ കൃമികീടങ്ങൾ, CPM സഖാക്കൾ എന്ന് എടുത്താൽ മതി. പുതിയൊരു നുണബോംബുമായിട്ട് വന്നത്. അതുകൂടി നിർവീര്യമാക്കിയിട്ടൊന്ന് പോകാമെന്ന് വിചാരിച്ചു. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് റിലാക്സ്ഡ് ആയിട്ടിരിക്കുമ്പോഴാണ് എന്റെ ചില സുഹൃത്തുക്കള് CPM കുറച്ച് സൈബർ കൃമികീടങ്ങൾ അവര് ഒരു പ്രചരണം നടത്തുന്നതായിട്ട് എന്നെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ചെയ്ത വീഡിയോസ്, ആ വീഡിയോസിന് കിട്ടിയ മില്യൺ കണക്കിന് വ്യൂവർഷിപ്പും അതുപോലെ ലക്ഷക്കണക്കിന് റിയാക്ഷൻസും ഒക്കെ നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിയതാണ്. അത് തായ്ലൻഡിൽ നിന്നും ചൈനയിൽ നിന്നും ഒക്കെ ഒന്ന്. രാഹുൽ മികച്ച രാഷ്ട്രീയ നേതാവും ജനങ്ങളുടെ ഇടയിൽ ജീവിക്കുന്നതാണ്. ചാണ്ടി സാറിന്റെ ഒരു ഇഫക്റ്റാണ്. നമ്മൾ വീഡിയോ ചെയ്തു എന്നൊക്കെ രാഹുൽ പറയുന്നത് രാഹുലിന്റെ നന്മയും രാഷ്ട്രതന്ത്രജ്ഞതയും അതോടൊപ്പം ജനകീയതയുമാണ്. നമ്മൾ വീഡിയോ ചെയ്തു, നമ്മൾ വീഡിയോ ലൈക്ക് കൊടുത്ത് മേടിച്ചാണെന്നൊക്കെ പറയുന്നു എന്നുള്ളത് ആ സാധാരണ ജനങ്ങളെ കൂടെ തന്റെ കൂടെ എടുക്കുകയാണ്, വിശ്വാസത്തിൽ എടുക്കുകയാണ്. നമുക്ക് അവിടെയും പിടിയുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് റിയാക്ഷൻസ്. അവരുടെ ഒരുതരം മോങ്ങലാണ്. അതുകൊണ്ട് ഞാൻ ആദ്യം മൈൻഡാക്കാൻ ഉദ്ദേശിച്ചില്ല. സാധാരണ കൃമികീടങ്ങൾക്ക് മറുപടി കൊടുക്കാറില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇന്നലെ വൈകുന്നേരം ഒരു 4 മണിക്ക് ശേഷം മലയാളത്തിലെ മുഖ്യധാര മാധ്യമ സ്ഥാപനങ്ങളിലെല്ലാം ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ഇത് വാർത്തയായിട്ട് വന്നു. എല്ലാ ചാനലിലും കാണുമല്ലോ ഈ നുഴഞ്ഞു കയറി ഏതെങ്കിലും ഈ സൈബർ കൃമികീടം. അവർ ചെയ്ത പണിയായിരിക്കാം. ബോധ്യപ്പെട്ട ചാനലുകളെല്ലാം വാർത്ത പിൻവലിച്ചു. ഇപ്പോഴും ആ വാർത്ത കിടക്കുന്നത് ഒന്ന് കൈരളിയിലും പിന്നെ കൈരളി പ്രോ മാക്സ് ആയ ന്യൂസ് മലയാളത്തിലുമാണ്. കൈരളി വരുന്ന ന്യൂസ് മലയാളത്തിന്റെ പ്രത്യേകത പറയാം. ന്യൂസ് മലയാളത്തിലും പ്രധാനമായിട്ട് വാർത്ത വന്നത് ന്യൂസ് മലയാളത്തിലും കൈരളിയിലുമാണ്. അങ്ങനെ എടുത്താൽ ബാൻ ചെയ്ത ചാനലാണ് ഈ മാധ്യമ സ്ഥാപനം. അതുകൊണ്ട് അവർക്ക് ഇതിനെ പറ്റിയൊക്കെ പറയാൻ നല്ല യോഗ്യതയുണ്ട്. അതൊക്കെ പോട്ടെ. അപ്പൊ നമ്മൾ തെരഞ്ഞെടുപ്പിന്റെ തൊട്ട് തലേ ദിവസം, മറക്കരുത് നാളെ വോട്ട് ചെയ്യാൻ പോകുമ്പോൾ, ഇക്കഴിഞ്ഞ 10 വർഷം എന്ന് പറഞ്ഞിട്ട് പിണറായി വിജയൻ സർക്കാരിന്റെ 10 വർഷത്തെ ദുരിത ജീവിതത്തെ പറ്റി ഓർമ്മപ്പെടുത്തിയ വീഡിയോ. അതിനകത്താണ് ഈ തായ്ലൻഡിൽ നിന്നും ചൈനയിൽ നിന്നും ഒക്കെ ആളുകൾ വന്നതെന്നാണ് ഇവർ അവകാശപ്പെടുന്നത്. നമുക്കത് നോക്കാം. 1,38,000 റിയാക്ഷൻസ് ലൈക്കായും കെയറായും ഹാർട്ടായും അതുപോലെ ലാഫിംഗ് ഇമോജിയായിട്ടും ഒക്കെ വന്നിട്ടുള്ളൊരു പോസ്റ്റാണ്.
ആ പോസ്റ്റിനകത്ത് ലൈക്കിന്റെ പാർട്ട് നമ്മൾ എടുത്തു നോക്കുമ്പോൾ വളരെ സ്വാഭാവികമാണ്. തെറ്റിദ്ധരിക്കരുത്, ഞാൻ ഈ CPM-മാരെ പോലെ ലൈക്ക് എന്നല്ലേ അവരുടെ നുണഭൂമിനെ നിർവീര്യമാക്കാൻ വേണ്ടി ഡീറ്റെയിൽസ് പറയുന്നേ ഉള്ളൂ. ലൈക്കിന്റെ പാർട്ടിൽ കുഴപ്പമില്ല, അതിന്റെ ലവ് റിയാക്ഷന്റെ പാർട്ടിൽ കുഴപ്പമില്ല, ലാഫിംഗ് റിയാക്ഷന്റെ പാർട്ടിലും ഞാൻ ശ്രദ്ധിച്ചു ഈ വാർത്ത വന്നപോലെ. അതുകൊണ്ട് സാരമില്ല. പക്ഷെ കെയറിലേക്ക് വരുമ്പോൾ മാത്രം ഉണ്ടല്ലോ കുറച്ചധികം കെയറേട്ടന്മാര് തായ്ലൻഡിൽ നിന്ന് ചൈനയിൽ നിന്നൊക്കെ വന്നിട്ടുണ്ട്. ഹൊസ്റൈന, വാലി ഗേബെ, പിന്നെ റുസ്താം സബോ, ഫെലിക്സ് ജീൻ, റാമൻ റേസ്. ആരാ 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 ഇവരൊക്കെ? എനിക്കും അറിയില്ല. അപ്പൊ ഞാൻ നോക്കുമ്പോ നോട്ടിഫിക്കേഷൻസ് എടുത്ത് നോക്കുമ്പോൾ ഏതാണ്ട് ഒരേ സമയത്താണ് ഈ റിയാക്ഷൻസ് എല്ലാം വന്നത്. അപ്പൊ ഒരു സംശയം തോന്നിയിട്ട് ഞാൻ തൊട്ട് താഴത്തെ പോസ്റ്റ് നോക്കി, അതിനകത്ത് റിയാക്ഷൻസ് ഒക്കെ നോക്കുമ്പോൾ ഇവരവിടെ ഇല്ല. അതിന് തൊട്ട് താഴത്തെ പോസ്റ്റ് എടുത്ത് നോക്കി, സുരേന്ദ്രൻ പലതിലും ഇല്ല, അവിടെയും ഈ ചങ്ങാതിമാരില്ല. അതിന് താഴെ CPM-മാര് സ്വർണം കണ്ടതിനെ പറ്റി എഴുതി പോസ്റ്റ് ഇട്ടു. ആ പോസ്റ്റിനകത്ത് ഈ ചങ്ങാതിമാരും വന്നില്ല. അതിന് താഴെ വയനാട് ഫണ്ട് കളക്ഷനെ പറ്റി പോസ്റ്റ് ഉണ്ട്, ഇരുണ്ട കാലത്തെ പറ്റി പോസ്റ്റ് ഉണ്ട്, നമ്മുടെ ഈസ്റ്റർ ആശംസയുണ്ട്, പിന്നെ വയനാട് ഫണ്ട് കളക്ഷൻ സർക്കാർ അടിച്ചു മാറ്റിയതിനെ പറ്റി പിന്നെ പോസ്റ്റുകളുണ്ട്, പിന്നെ SDP CPM ധാരണയെ പറ്റി പോസ്റ്റ് ഉണ്ട്. ഈ പോസ്റ്റുകളിലൊന്നും കോട്ടെ ഏറ്റവും റിയാക്ഷൻസ് ഉണ്ടായ 2,15,000 ആളുകൾ റിയാക്ട് ചെയ്യുകയും ഏതാണ്ട് 42 ലക്ഷം ആളുകൾ കാണുകയും ചെയ്ത പോസ്റ്റ് എടുത്ത് വളരെ വിശദമായിട്ട് നോക്കി. അവിടെ നമ്മുടെ ഈ ചൈനക്കാരും തായ്ലൻഡുകാരും ഒന്നും വന്നില്ല. അവർക്കെന്തേ അങ്ങോട്ടേക്ക് മാത്രം വിസ കിട്ടിയില്ല എന്നാണോ? അപ്പൊ ഒറ്റ പോസ്റ്റ് മാത്രമേ വന്നിട്ടുള്ളൂ. അപ്പൊ കാര്യം നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അപ്പൊ CPM-മാർ ഏതൊക്കെയോ ഗ്രൂപ്പുകളിലേക്ക് ഇത് പ്രചരിപ്പിച്ചിട്ട് അപ്പോ അവരെ വളരെ കൃത്രിമമായിട്ട് നമ്മളെ ഡിസ്ക്രെഡിറ്റ് ചെയ്യുക. CPM-ന്റെ ഒരു പ്രധാനപ്പെട്ട പ്രചരണ രീതിയാണ് ഡിസ്ക്രെഡിറ്റ് ചെയ്യുക. പറയുന്ന ആളെ ഡിസ്ക്രെഡിറ്റ് ചെയ്ത പറയുന്ന കാര്യത്തിന്റെ ആശയത്തിന്റെ ഒരു കാമ്പ് പോകുമെന്നാണ് ഇവർ വിചാരിക്കുന്നത്. നിങ്ങൾ ഓർക്കുന്നില്ലേ, നമ്മുടെ ശ്രീ രമേശ് ചെന്നിത്തല ഇവരൊരു കാലം മുഴുവൻ സംഘിച്ചാപ്പ കുത്തുകയാണ്. ശ്രീ രമേശ് ചെന്നിത്തല എപ്പോഴെങ്കിലും സംഘപരിവാറിനോട് ഒരു മൃദു സമീപനം കാണിച്ചിട്ടുള്ള ഒരാളല്ല. എന്തിനാണെന്ന് ചോദിച്ചാൽ ശ്രീ രമേശ് ചെന്നിത്തലയുടെ ഏറ്റവും വലിയ കരുത്ത് അദ്ദേഹത്തിന്റെ സെക്കുലർ ഡൊമൈനാണ്, സ്റ്റേറ്റസ് ആണ്. അതിനെ ദുർബലപ്പെടുത്തുക എന്ന് പറയുന്നത് പോലെ തന്നെയാണ് നമ്മൾ തെരഞ്ഞെടുപ്പ് കാലത്ത് ചെയ്ത വീഡിയോസിന് വലിയ വ്യൂവർഷിപ്പ് കിട്ടിയപ്പോൾ ഇത് അങ്ങനെയൊന്നും അല്ല, നാട്ടുകാരല്ല കണ്ടത്, ചൈനക്കാരും തായ്ലൻഡുകാരുമാണ് കണ്ടതെന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടുള്ള ബോധപൂർവമായ ശ്രമമാണ്. അപ്പൊ ഈ CPM-ന്റെ PR ചെയ്യുന്ന ഒരു ചങ്ങാതി ഉണ്ടല്ലോ, ഈ മുജ്ജന്മത്തെ ശത്രുക്കളാണ് ഈ ജന്മത്തിൽ മക്കളാകുന്നതെന്ന് പറഞ്ഞിട്ടുള്ള ഒരു പഴഞ്ചൊല്ലുണ്ട്. പൊളിറ്റിക്കൽ എത്ര കണക്കില്ല എങ്കിലും ചില മക്കള് അങ്ങനെ. അതെ, രാഹുലിന് എനിക്ക് ആ യുവത്വത്തിന്റെ എന്താ പറയുക, യുവത്വത്തിന്റെ ഊർജ്ജമാണ് രാഹുൽ അങ്ങനെ പറയുന്നുണ്ട്. ഇല്ലേ, പ്രധാന പോയിന്റ് എന്ന് പറഞ്ഞാൽ രാഹുലിനെ ഡിസ്ക്രെഡിറ്റ് ചെയ്യുന്നതിൽ അർത്ഥമില്ല. രാഹുൽ ശക്തമായി തിരിച്ചു വരേണ്ട ഒരു വ്യക്തിയാണ്. രാഹുൽ കേരളീയ സമൂഹത്തിന് വലിയൊരു മുതൽക്കൂട്ടാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. വിശിഷ്യ കോൺഗ്രസ് പാർട്ടിക്ക് വലിയൊരു മുതൽക്കൂട്ടാണ്. ആ മുതൽക്കൂട്ടായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ തിരിച്ചു വരട്ടെ. ഇനിയും ഫേസ്ബുക്കിനും ഇൻസ്റ്റാഗ്രാമിനും ഒക്കെ തീയിടാൻ രാഹുൽ മാങ്കൂട്ടത്തിനാകട്ടെ. നമ്മൾ ഒരു വ്യക്തിയെ ഡിസ്ക്രെഡിറ്റ് ചെയ്യുന്നതിലല്ല, അദ്ദേഹം പറയുന്ന വാദങ്ങളെ എതിർക്കുന്നതിലാണ്. രാഹുൽ സ്വർണ്ണക്കൊള്ളയെക്കുറിച്ച് പറഞ്ഞു, ശബരിമല വിഷയത്തെക്കുറിച്ച് പറഞ്ഞു, വയനാട് വിഷയത്തെക്കുറിച്ച്. വാദങ്ങളെ വാദങ്ങൾ കൊണ്ട് എതിർക്കണം, വ്യക്തികളെ വ്യക്തിയാധിക്ഷേപം നടത്തിയല്ല എതിർക്കേണ്ടത്. യു ഷുഡ് മീറ്റ് ആർഗ്യുമെന്റ്സ് ബൈ ആർഗ്യുമെന്റ്സ് എന്ന് പറയുന്ന ഒരു ഫിലോസഫിയാണ്. ആ രീതിയിൽ വരാൻ കഴിയട്ടെ. അപ്പോൾ CPM സഖാക്കളായ സഹോദരങ്ങൾ ഈ രീതിയിൽ പോസിറ്റീവായി ചെയ്യട്ടെ. രാഹുലിന്റെ ആ പ്രയോഗമൊക്കെ രാഹുലിന്റെ യൂത്ത്ഫുൾ എക്സ്യൂബറൻസി എന്ന് വരുന്നതാണ്. അപ്പൊ അത് അങ്ങനെയല്ല. ഞാനിപ്പം പലപ്പോഴും തർക്കിക്കുമ്പോൾ നമ്മൾ ആലങ്കാരികമായി പോലും ഇപ്പോൾ എന്താ പറയുന്നത്, കൊങ്ങിയെന്നും അല്ലെങ്കിൽ കമ്മിയെന്നും സംഘി തുടങ്ങിയ വിളികളല്ല നമുക്ക് വേണ്ടത്. കാര്യം എല്ലാ പാർട്ടികളും നമ്മുടെ നാട്ടിന്റെ പൊതുജനാധിപത്യ ധാരയിലുള്ളതാണ്, അവരെ ബഹുമാനിക്കുന്നു. പക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞ പോയിന്റ് വളരെ പ്രധാനമാണ്. രാഹുലിനെ ഡിസ്ക്രെഡിറ്റ് ചെയ്യല്ല, രാഹുലിന്റെ വാദങ്ങൾക്ക് മറുപടി നൽകണം. ഇനിയും രാഹുൽ മാങ്കൂട്ടത്തിൽ കൂടുതൽ ഫേസ്ബുക്കിലും മറ്റും തീയിട്ടുകൊണ്ട് വരട്ടെ. ഓൾ ദി ബെസ്റ്റ് രാഹുൽ. രാഹുലിന്റെ കംബാക്കിനായിട്ടാണ് നമ്മൾ എല്ലാം വെയിറ്റ് ചെയ്യുന്നത്.